ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, വന്ദിനായ എപ്പിസ്കോപ്പ അച്ഛൻ, വന്ദിനായ വൈദികരെ, മർദ്ദവര്യ സമാജത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന പ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ഈ ദേവാലയത്തിൻ്റെ അംഗങ്ങളായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും പരിശുദ്ധ തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. അതിയായ സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുന്ന ഈ കൂടിവരവിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് കഴിഞ്ഞതിൽ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യമേ തന്നെ കൊണ്ടുവന്നുകൊള്ളട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. In him we have redemption through his blood, the forgiveness. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. എനിക്ക് സമ്മാനമൊന്നുമില്ല, പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് കൗതുകമായിട്ട് മനസ്സിൽ തോന്നിയൊരു കാര്യം നിങ്ങളോട് ചോദിക്കും, അല്ലേ? MMVS അല്ലേ? എന്താ അത്? What does it really stand for? അല്ലേ? ഇനി പൊട്ട ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്. മർത്തമര്യ സമാജം ആരാ? ഉറക്കെ. സെയിന്റ് മേരി. പിന്നെ മാർത്തയുടെ പേരെന്തിനാ പിന്നെ ആദ്യം ഇട്ടേക്കുന്നത്? മാതാവിൻ്റെ സെയിന്റ് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, ഞാൻ തോറ്റുപോയി, നിങ്ങൾ ജയിച്ചു. ശരിയാണ്. നമ്മൾ തിരുമേനി എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? എബ്രഹാം ഓ സ്റ്റെഫാനോസ്, മൈ ലോർഡ് എന്നുള്ളൊരർത്ഥം. അതിൻ്റെ ഫെമിനൈനാണ് മൊർത്ത്. അപ്പം അമ്മയുടെ പേരിൽ വിശുദ്ധയായ നാഥയായ അമ്മ എന്ന് പറയത്തില്ലേ? ഓക്കെ, സന്തോഷം. ഞാൻ അതിൽ തിരുമേനോട് ചോദിച്ചു, തിരുമേനി ഞാൻ ഒത്തിരി നാളായി എനിക്ക് സംസാരിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, പേടിക്കണ്ട, പാവങ്ങളാന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ച്, എല്ലാവരും കണ്ണടയ്ക്കണം. So now think in your mind that you're standing beneath the cross of our Lord. You see those who were persecuting him standing there, and there are women who accompanied him all through his journey to Calvary. Now you look upon the cross and you see him on the cross stretching his hand so wide. So ask him, Lord, why did you stretch your hand so wide? Thank you. കർത്താവ് എല്ലാം മറുപടി പറഞ്ഞു. Did you say anything back to you when you asked him the question, Lord, why did you stretch your hands so wide? ഇതിൻ്റെ മറുപടിയാണ് നമ്മളുടെ ചിന്താ വിഷയത്തിൽ കിടക്കുന്നത്. Redemption. He stretched his hands so wide in order to accommodate whole creation. എല്ലാ സൃഷ്ടി, നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൈയുടെ വിശാലതയിലേക്ക് ചേർക്കുവാനായിട്ടാണ് കർത്താവ് അവൻ്റെ കരങ്ങൾ വളരെ വിശാലമായിട്ട് കുരിശിൽ നീട്ടിയത്. അതുകൊണ്ട് ഈ ചിന്ത, ക്രൈസ്റ്റ് ദ റെഡീമർ, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ദാറ്റ് റിഡംഷൻ ഈസ് പോസിബിൾ only through Christ. ക്രിസ്തുവിലൂടെ മാത്രം സാധ്യമായി തീരുന്ന ഒന്നാണ് വീണ്ടെടുപ്പ്. 2,
ക്രിസ്തുവിലൂടെയാണ് ഈ വീണ്ടെടുപ്പ് സാധ്യമായി തീരുന്നതെങ്കിൽ we have to look up and see him and seek him. അവനെ നോക്കണം, അന്വേഷിക്കണം, അത് കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആവശ്യകത? അല്ലെ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, it is for those who are sick who needs physician. രോഗിയായിരിക്കുന്ന വ്യക്തിക്കാണ് ആരെ ആവശ്യം? വൈദ്യനെ ആവശ്യം. ആവശ്യമില്ലാത്തൊരു കാര്യം നടപ്പിലാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്തോ ഒരു പോരായ്മ ഉണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിഡംഷൻ എന്ന ഇവന്റ് പോസിബിൾ ആയി തീരുന്നത്, അല്ലെ? എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് ഞാനൊരു മലയാളത്തിൽ ഒരു നോവൽ നിങ്ങളെ പെട്ടെന്ന് പറയും. നോവൽ വായിക്കുന്നവരുണ്ടോ? പോച്ച, ഞങ്ങൾ വേദപുസ്തകവും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും മാത്രം വായിക്കുന്നുണ്ട്, അല്ലേ? വല്ലപ്പോഴും വായിക്കും. ഓക്കെ, തിരുമേനി നല്ലതായിട്ട് വായിക്കും, തിരുമേനി നല്ലതായിട്ട് വായിക്കാനായിട്ട് നിർബന്ധിക്കും. 1970കളിൽ ഇറങ്ങിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരത്ത്. ഇതിൻ്റെ ഓതർ മുകുന്ദൻ. അതിൽ 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അതിൻ്റെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത് ദാസൻ എന്ന് പറഞ്ഞ ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവുണ്ട്, റൈറ്ററാണ് അദ്ദേഹം, പഴയ റൈറ്റർ, എഴുത്തുകാരനല്ല, നമ്മുടെ ആധാരം പോലെയൊക്കെയുള്ള ആ നിലയിൽ, അല്ലെങ്കിൽ ആ നിലയിൽ കാണും. അദ്ദേഹത്തിൻ്റെ പേര് ദാമു എന്നാണ്. പിതാവ് വളരെ മാന്യമായിട്ടുള്ള ഒരു പൊസിഷൻ സമൂഹത്തിൽ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മകനെ പറ്റിയുള്ള ഈ പിതാവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതും നല്ലതായിട്ട് വളരണമെന്നുള്ളതാണ്. ഒരു ദിവസം രാത്രിയിൽ സന്ധ്യയ്ക്ക് ഈ മകനെ അന്വേഷിച്ച് പോലീസ് കടന്നു വരുന്നു. പറയുന്നുണ്ട്, ഇവൻ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട്, നക്സലിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ പിതാവിനോട് അറിയിച്ചിട്ട് പോലീസുകാർ പോകുന്നു. ഈ മകൻ രാത്രി ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവ് വല്ലതായിട്ട് ക്ഷുഭിതനാവുകയാണ്, ശാസിക്കുന്നുണ്ട്. പിതാവിനോടുള്ള നീരസത്തിൽ ഈ മകൻ ആ ഇരുട്ടത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ പിതാവിന് വല്ലാത്തൊരു ആശങ്കയാണ്. എന്താ തൻ്റെ മകന് പറ്റിയത്? പിന്നെ ഇരുട്ടത്തേക്കാണ് പോയത്, അവന് വല്ല ആപത്ത് സംഭവിച്ചോ? അങ്ങനെ ഒരു ചൂട്ട് കത്തിച്ചു പിടിച്ചുകൊണ്ട് ഈ പിതാവ് ഈ മകനെ അന്വേഷിച്ച് പോയെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ the very act of redemption, ഇതിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഉദാഹരണം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യ സമൂഹത്തെ തപ്പി അന്വേഷിച്ച് തിരികെ കൊണ്ടുവരുവാനായി, ഭവനത്തിലേക്ക് ചേർക്കുവാനായിട്ട് ഒരു പിതാവ് ഇറങ്ങി പുറപ്പെടുന്നതാണ് ഈ രക്ഷയുടെ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ തുടക്കമെന്ന് പറയുന്നത്. യേശുവിൻ്റെ ഉപമകളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, കാലാകാലങ്ങളായിട്ട് അവൻ പുരോഹിത പ്രവാചകന്മാരെയും അറിയിപ്പുകാരെയും ഒക്കെ അറിയിച്ചത് സാധ്യമാകാതെ വരുമ്പോൾ ആരെ അയക്കുന്നു? ഏകജാതനെ അയച്ച് ദ റിഡംഷൻ, അതിൻ്റെ കൾമിനേഷനിലേക്ക്. കൾമിനേഷൻ ആക്ച്വലി യഥാർത്ഥമായ എൻ്റെ കൾമിനേഷൻ എസ്കറ്റോളജിക്കാണ്, 2ാം യുഗാന്ത്യത്തിൽ സാധ്യമായി തീരുന്നതാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. Redemption was made possible by incarnation. ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചു, വിശുദ്ധനായ അത്താനാസ്യൂസിനെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പാടുന്നുണ്ട്, തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം, അല്ലെ? ഇപ്പൊ റിഡംഷൻ എന്ന പ്രവർത്തനത്തിന്റെ തുടക്കമാണത്, ഇൻകാർനേഷൻ. അവിടെ നിന്ന് ആരംഭിക്കുന്നൊരു പ്രക്രിയ. അതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ സമാജത്തിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന 2 വ്യക്തികളുണ്ട്, രൂത്തും എസ്തറും. ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ഒരു സ്ത്രീ കഥാപാത്രത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്, മേരി മാഗ്ഡലിൻ.
മഗ്ദലനക്കാരി മറിയം. ഈ പുണ്യ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ we see a kind of transformation that is happening in the life of a person who is redeemed by Christ. 4 നിലകളിൽ, 4 തലങ്ങളിൽ, 4 phases നമുക്ക് ഈ വ്യക്തിയുടെ ജീവിതം ഒന്ന് കാണാം. ഒന്ന്, a life prior to Christ. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിനെ കൺഫ്രണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. അതിനുശേഷം ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകും? പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിക്കണം. ഒന്നാമത്തെ ചോദ്യം, ചോദ്യമൊന്നും ചോദിക്കരുത്, ഞങ്ങൾ അടങ്ങിയിരുന്ന് കേട്ടോളാം. എങ്കിലും ഒന്നാമത്തെ ചോദ്യം, ആരായിരുന്നു ഈ മഗ്ദലന മറിയം? ശരിയോ തെറ്റോ ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായ ഒരു വ്യക്തിയുടെ മുമ്പിലാണ് നിങ്ങൾ മറുപടി പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞേ, ആരായിരുന്നു? ആയിരുന്നു? പാപിയായിരുന്നു. ഓക്കെ, എന്നെവിടാ പറയുന്നത്? ദിവസത്തിൽ പറയുന്നുണ്ട്. മറ്റ് വേറെന്തെങ്കിലും പാപിയാണെന്നുള്ള കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, a woman who was possessed by 7 demons. ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ത്രീയെ പറ്റി ആദ്യം കാണുന്നത് ലൂക്ക് 8:2. അത് യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ കമ്പനിയെ പറ്റി ഉള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴാണ് we see Mary Magdalene. പക്ഷെ പൊതുവായിട്ട് നമുക്ക് ഉള്ളൊരു ധാരണയാണ് എന്ത്? She was the penitent woman that we see in Luke 7, അല്ലേ? പക്ഷെ അത് 6ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരുന്ന പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ്, he conflated the 3 images. One, Mary Magdalene; second, Mary of Bethany; and then the penitent woman we see in Luke chapter 7. അതുകൊണ്ടാണ് ഈ പാപിനിയായിട്ടുള്ള സ്ത്രീ ആയിട്ട് നമ്മൾ ആരെ കാണുന്നത്? മേരി മാഗ്ദലിനെ. അപ്പം ഇവിടെ പറഞ്ഞതുപോലെ മേരി മാഗ്ദലിൻ വാസ് ദ വുമൺ ഹു വാസ് possessed by 7 demons. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിനെ മനസ്സിലാക്കാം, she was in suffering and bondage. പാപം മാത്രമല്ല, പലവിധ ക്ലേശങ്ങൾ കൊണ്ട് ബന്ധിതയായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ആരെ പരിചയപ്പെടുന്നത്? മേരി മാഗ്ദലിനെ. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിനെ അവൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് a person who is been in suffering, ഒരുപാട് വേദനകൾ അനുഭവിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആരെ കാണുന്നു? മേരിയെ കാണുന്നു. 2 നിലയിൽ നമുക്കിതിനെ ഒന്ന് കാണാം. ഒന്ന്, വെരി പേഴ്സണൽ ലെവൽ, വ്യക്തിപരമായ വ്യക്തിതലത്തിൽ ആസ് എൻ ഇൻഡിവിജ്വൽ വളരെ സബ്ജക്റ്റീവായിട്ട് ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ച് ഏറെ ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. 2, she stands as a symbol of whole humanity who's been suffering in the bondage of sin. ഈ ലോകം മുഴുവൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് മേരി മാഗ്ദലിനെ കാണാൻ പറ്റും. ഇവിടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, കാലത്തികവ്, അല്ലേ? ഈ കാലത്തികവിൽ സാധ്യമായി തീർന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, അതിൽ ആരംഭിക്കുന്നതായ റിഡംഷൻ എന്നുള്ള പ്രക്രിയ, ഇതെല്ലാം ക്രിസ്തുവിലൂടെ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം നമുക്ക് ആരെ കാണാനായിട്ട്? മേരി മാഗ്ദലിനെ കാണാനായിട്ട്. അതുകൊണ്ട് ഈ റിഡംഷൻ എന്ന വാക്ക് 2 നിലകളിലായിട്ടാണ് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് the Latin West and the Greek fathers present the term in a more juridical sense. അതായത് അടിമത്വത്തിൽ, ബന്ധനത്തിൽ, കാരാഗ്രഹത്തിൽ ആയിരുന്ന ഒരു വ്യക്തിയെ ഒരു നിശ്ചിത തുക കൊടുത്ത് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വരുന്ന തരം, redemption or ransom paid to redeem a person who himself can't do that
ഈ പണ്ട് ഏതൻസിലൊക്കെ അമ്പലത്തിൽ ഒരു തുക നിശ്ചിതമായി കൊടുത്തിട്ട് കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ ഈ തുക കൊടുക്കുന്നത് കൊണ്ട് പിന്നീടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ആരാണ് ഈ റിഡംഷൻ നടത്തുന്നത്? ആ അമ്പലത്തിലെ ദേവനാണ്. അപ്പൊ അമ്പലത്തിലെ ദേവൻ അല്ലെങ്കിൽ ദേവി വിമോചിപ്പിക്കുന്ന ഒരു വ്യക്തി ആ വിമോചനത്തിന് ശേഷം ആരുടെ വകയാണ്? ദേവന്റെയോ ദേവിയുടെയോ വകയാണ്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ തലം. രണ്ടാമത്, സുറിയാനി പിതാക്കന്മാർ അല്പം കൂടെ കാൽപ്പനികമായിട്ടുള്ള ഭംഗി കൊടുത്തുകൊണ്ട് ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മൊറപ്രയും വളരെ മനോഹരമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത്, റിഡംഷൻ is a reclothing and the healing of the wound. ശരീരത്തിന്റെ മുറിവുകൾ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനുണ്ടായ ആ നഗ്നതയെ മറയ്ക്കുന്ന അനുഭവമാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീണ്ടെടുപ്പ് വഴിയായിട്ട് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ന് അല്ലെങ്കിൽ എപ്പോഴും ദൈവം മുൻപാകെ നമ്മൾ ചോദിക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്: ഏതൊക്കെ 7 ഭൂതങ്ങളിൽ നിന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മോചനം ഉണ്ടാകേണ്ടത്? നമ്മളെല്ലാം വളരെ സന്തോഷത്തോടു കൂടെ പറയും, വി ഓൾ ആർ ഫ്രീ ഹ്യൂമൻ ബീങ്സ്, അല്ലേ? നമ്മളൊക്കെ ബന്ധനത്തിലാണോ? ആണോ? ആർ വി ഇൻ ബോണ്ടേജ് ഓഫ് എനിത്തിങ്? ആർ വി ഇംപ്രിസൺഡ് ബൈ എനിത്തിങ് ഓർ എനിവൺ? ഒന്ന്, that's a need of an introspection. ഉള്ളിലോട്ട് തന്നെ ഒന്ന് ചോദിക്കണം, are we in bondage? ദേഷ്യം, പിടിവാശികൾ, സ്വാർത്ഥത. ചിരിക്കില്ല, നിങ്ങൾ ചിരിച്ചാൽ ഞാൻ വിചാരിക്കുന്നതല്ല ഇത്. ഞാനിതൊരു കണ്ണാടി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നോട് തന്നെ പറയും. ഇതെല്ലാം ഉള്ള വ്യക്തിയാണ്. I am in desperate need of a redemption through Christ. I'm looking up to him for a redemption. അതുകൊണ്ട് ഇത് എന്നോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളോടല്ല. അപ്പൊ എനിക്ക് എൻ്റെ ദേഷ്യത്തിനൊരു കുറവ് വേണം, എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഒരു കുറവ് വേണം, എൻ്റെ ജലസിക്ക് എനിക്കൊരു ഒരു വിടുതൽ വേണം, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ മുറിപ്പെടുത്തിയ വേദനകളിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വിടുതൽ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധനത്തിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മേരി മാഗ്ദലിനെ മനസ്സിലാക്കേണ്ടത്. ഇൻ ബോണ്ടേജ്, തല ഉയർത്തി നോക്കാൻ പറ്റാതെ, അല്ലേ? നിങ്ങളെ വേദനപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു റിഡംഷൻ ആവശ്യമുള്ളതാണ്. The other day, I was fortunate enough to be with Tirumeni in Aura, the youth conference. അവിടെ നമ്മുടെ സഹോദരി സഭയായ കോപ്റ്റിക് സഭയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ് ഡെലിഗേഷൻ ഉണ്ടായിരുന്നു. വി ഹാഡ് എ കോമൺ സെഷൻ. അവിടെ അച്ഛൻ അബുന ഡേവിഡ് അച്ഛൻ പറഞ്ഞൊരു കാര്യം വളരെ ഹൃദ്യമായിട്ട് തോന്നി. It felt very pleasing to my heart and my ears. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, like, are we able to forgive ourselves? ക്രിസ്തു നമ്മളോട് ഒരുപാട് ക്ഷമിക്കുവാൻ മനസ്സ് കാണിക്കുന്നത് എപ്പോഴും. and that's not an excuse. കർത്താവ് ക്ഷമിക്കും എന്ന് പറയുന്നത് പാപം വീണ്ടും ചെയ്യുവാനായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്യുവാനായിട്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാനോ ഉള്ള ഒരു ലൈസൻസ് അല്ല. ഇറ്റ് ഈസ് ഹിസ് നേച്ചർ. പക്ഷേ ക്രിസ്തു ക്ഷമിക്കുമ്പോഴും നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്: ക്രിസ്തു എന്നെ സ്വീകരിക്കും, അല്ലേ? നമ്മൾ പലപ്പോഴും മടി കാണിച്ചു മാറി നിൽക്കുന്ന ഒരു കാര്യം ഇതാ.
എൻ്റെ പാപം ഒരുപാടുണ്ട്, തെറ്റുകൾ ഒരുപാടുണ്ട്, എൻ്റെ കുറവുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ അനുഭവത്തിൽ ക്രിസ്തു എന്നെ സ്വീകരിക്കും. കൊച്ചു കഥ പറഞ്ഞുതരാം. A small child, he went to see the infant in the crib. So when he reached there, he saw a large crowd with beautiful gifts. ഭംഗിയുള്ള ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ട് ഉണ്ണി യേശുവിനെ കാണാനായിട്ട് വന്നിരിക്കുന്നു. So he felt very ashamed because he was not carrying anything with him. So he promised one thing to Christ: the next time I come to see you, I will bring you something precious. ഈ ഉണ്ണി യേശു ഈ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. If you are so certain about your next visit and your next gift, then I certainly need the last page of your composition book. അപ്പോൾ ഈ കുട്ടി ആലോചിച്ചാൽ എൻ്റെ കോമ്പോസിഷൻ ബുക്കിന് എന്താ എത്ര പ്രത്യേകത, അതോ അതിൻ്റെ ലാസ്റ്റ് പേജ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ ആലോചിച്ചത്, ഒരു കോമ്പോസിഷൻ എഴുതി, അത് ഇൻകംപ്ലീറ്റ് ആണ്, ടീച്ചർ ചുമല അക്ഷരം കൊണ്ട് ഇൻകംപ്ലീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ക്രൈസ്റ്റ് ആസ്ക്ഡ്, ഐ നീഡ് ദാറ്റ്. ഒരു കാര്യം കൂടെ ചോദിച്ചു, നിനക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പില്ലായിരുന്നു, എ കപ്പ് ഇൻ വിച്ച് യു യൂസ് ടു ഡ്രിങ്ക് യുവർ മിൽക്ക്? യെസ്. ലാസ്റ്റ് ടൈം ഔട്ട് ഓഫ് യുവർ ആംഗർ യു ത്രൂ ഇറ്റ് ഡൗൺ ആൻഡ് യു ബ്രോക്ക് ഇറ്റ്. യെസ്. And when your mother asked it, you said it was an accident. So I need two things. I need the broken cup and the lie that you told to your mother. നീ ഉടച്ചു കളഞ്ഞ നിന്റെ ആ കപ്പ്, നിന്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് നീ ഉടച്ചു കളഞ്ഞ നിന്റെ കപ്പ് വേണം എനിക്ക്. അത് കൂടാതെ നീ നിന്റെ അമ്മയോട് പറഞ്ഞ എന്ത് വേണം എനിക്ക്? നുണ കൂടെ വേണം. ആലോചിച്ച് നോക്കി. There should be a hope for us. എന്തിനാണ്? ടു കം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ പിനക്കിൾ ഓഫ് അവർ ജോയ് ദാറ്റ് വി എക്സ്പീരിയൻസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. അല്ലേ? ജീവിതത്തിലൊരു സന്തോഷം, ഒരു പ്രമോഷൻ വരുമ്പോൾ, അവിടെ ഒന്നും ദൈവത്തിൻ്റെ കൃപയില്ലെന്നുള്ളതല്ല. ഒരു പ്രമോഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കുമ്പോഴൊക്കെ ദൈവകൃപയുടെ ഒരു വ്യാപാരമുള്ള ഇടമാണ്. പക്ഷേ ആലോചിച്ച് നോക്കി, പൗലോസ് ശ്ലീഹ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് in our infirmities, in our fragile situations, ഏറ്റവും ബലഹീനമായ അനുഭവത്തിലാണ് that we experience the grace of God. ഇത് വെറുതെ പറയുന്നതല്ല, ഇറ്റ്സ് മൈ പേഴ്സണൽ ടെസ്റ്റിമണി. സങ്കടം വരുന്നെങ്കിൽ ഒരു കാര്യം പറയും. I was married in 2000, in the beginning of 2018, and by the end, in early 2019, we were expecting a child. And in the beginning of the 9th month, my wife experienced a situation called, most of the medical professionals know, preeclampsia. So the child was immediately taken out. And 15 days he was in the neonatology ICU, and after that he passed away. So all the people who knew me personally said I won't survive, because എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ മോനാണ്, അതുകൊണ്ട് അച്ഛനത് ഭയങ്കര പാടായിരിക്കും. I myself thought that I won't survive, but it is my testimony, it's the grace of God that worked through me in the most needed situation where I was so weak, not able to stand on my legs, not powerful to look up. That grace is what we have to seek. ദൈവം പറയുന്നൊരു കാര്യം അതല്ലേ, come you who are weak, broken and suffering. അതുകൊണ്ട് ഇൻവിറ്റേഷൻ വളരെ ഓപ്പൺഡാണ്. തിരുമേനി പഠിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു തിരുമേനി he used to carry an icon of the icon of hospitality by the Russian
ഐക്കണോഗ്രാഫർ ആൻഡ്രേ റൂബലോ തൃത്വത്തിൻ്റെ ഒരു ഐക്കൺ അദ്ദേഹം പഠിപ്പിക്കും. ആ പിക്ചർ കാണിച്ചിട്ട് അബ്രഹാമിൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്ന ജെനസിസിലെ നറേറ്റീവ് നമ്മൾ അവിടെ കാണുന്നത്. തൃത്വത്തെ ഒരു മേശയുടെ 3 വശങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. 4ാമത്തെ വശം ഓപ്പൺ ആക്കിയിട്ടേക്ക്. തിരുമേനി പറയുന്നത് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ ഫോർ ഓൾ ഓഫ് us. ഈ ഓപ്പൺ ഇൻവിറ്റേഷൻ സ്വീകരിക്കണം, എന്നാലും നമുക്ക് ആ റിഡംഷനിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ. He won't look who you are. He loves you. Always keep in your mind that you are being loved. ഇതിനപ്പുറമായിട്ട് എന്തെങ്കിലും വേണോ കയറി ചെല്ലാനായിട്ട്? ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടച്ചു തീർക്കേണ്ടുന്ന കടമെല്ലാം നമുക്ക് വേണ്ടി അടച്ചു തീർത്ത ദൈവപുത്രൻ അല്ലേ? ചോദിച്ചോട്ടെ, ഈ യേശുക്രിസ്തു ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. If I'm wrong, please correct me. മാമോദീസായുടെ സമയത്ത് നമ്മളെ അഷ്വർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു? ഞാൻ ചോദിക്കുക, വളരെ റാൻഡമായിട്ട് ചോദിക്കുക, ആരാണ് യേശുക്രിസ്തു എനിക്ക്? Who is he for me? രക്ഷകൻ. അല്പം കൂടെ അതിനെ ഒന്ന് വളരെ സബ്ജക്റ്റീവ് ആക്കിക്കേ. ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഈസ് മൈ ബ്രദർ. അതുപോലെ ഈ മാമോദിസയുടെ സമയത്ത് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. പിതാവാം ദൈവത്തിന് മക്കളും ഏകജാതനും സഹോദരങ്ങളുമാക്കി തീർന്നു. The sacramental witness that we get, we are the brothers and sisters of Christ. ആലോചിക്കുക, എൻ്റെ സഹോദരൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാനായിട്ട് പിതാവുണ്ട്. നമുക്ക് സഹോദരൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവനിലൂടെ സാധ്യമായ രക്ഷ പ്രാപിക്കുവാനായിട്ട് എന്താണ് നമ്മളെ പുറമോട്ട് വലിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. പട്ടാളപ്പെട്ട ദൈവം തമ്പുരാനെ എന്നുള്ളൊരു പ്രാർത്ഥനയില്ലേ അല്ലേ? ഇനി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ സ്റ്റേറ്റ്മെന്റ് വല്ലാതെ ഭയപ്പെടുത്തും. എപ്പോഴും പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള വചനം, നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായ സകലത്തിൽ നിന്നും രക്ഷിക്കണമെന്ന്. സോ we have to experience the redemption through Christ. We have to break away from all those things that pulls us down in reaching out to him. ഈ സ്ത്രീക്ക് അത് സാധിച്ചു എന്നുള്ള, അവൾ ക്രിസ്തുവിനെ പറ്റി കേട്ടു. She heard about an itinerary traveler, a rabbi, a teacher. അവന്റെ അടുക്കിലേക്ക് ചെന്നു. And there was a transformation that happened. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ട്രാൻസ്ഫോർമേഷൻ മാത്രം ഉണ്ടായാൽ പോലും കേട്ടോ. പാമ്പാക്കുട നമസ്കാരം, നമ്മുടെ വീട്ടിലിരിക്കുന്ന പച്ച പുസ്തകം, ഈ പച്ച പുസ്തകത്തിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് സെൽഫ് ക്രിറ്റിസിസം പോലെ ഞാനിപ്പോഴും വായിക്കുകയും എന്നോട് തന്നെ പറയുകയും ചെയ്യുന്ന കാര്യമാണ്. അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ സ്വയം ദാഹത്തിലിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നു. ഞങ്ങൾ സ്വയം വിശന്നിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ മറ്റുള്ളവരുടെ വിശപ്പ് തീർക്കാൻ ശ്രമിക്കുന്നു അല്ലേ? We can't witness, we can't give something prior we experience it അല്ലേ? ആലോചിക്കുക, if we are doing like that, we are the same hypocrites that Jesus Christ warns in his ministry. ഉള്ളിൽ നിറം ഉണ്ടാവണം. എന്തില്? ക്രിസ്തു നൽകിയിട്ടുള്ള ഈ വീണ്ടെടുപ്പ് വഴിയായിട്ട്. ഈ മേരി മാഗ്ദലിന്റെ ലൈഫിന്റെ സെക്കൻഡ് ഫേസ് അതാണ്. The first phase was a life before she met Christ, and now she's in the presence of Christ. And the third thing was a redeemed person who became a close companion of Jesus and his ministry.
യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മൾ പിന്നീട് മഗ്ദലന മറിയത്തെ കാണുന്നത്, അല്ലേ? ഈ ട്രാൻസ്ഫോർമേഷനാണ് what we demand from the members of MMBS. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ അന്ന് യൂത്തിൻ്റെ കോൺഫറൻസിൽ സംബന്ധിച്ചത് വഴിയായിട്ട് അതിനുശേഷം കൺഫെഷൻ നടന്നു. നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഈ കൺഫെഷനിൽ സംബന്ധിച്ചു, ആൺകുട്ടികളും പെൺകുട്ടികളും. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, that was an overwhelming experience for me and at the same time a challenge and a moment of introspection. ഞാൻ പറയും, തീർച്ചയായിട്ടും അത് അവരുടെ വീടുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന നല്ല ശിക്ഷണത്തിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത്. So that is what we expect from MMBS in its very basic level. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയുള്ള ഒരു വീണ്ടെടുപ്പിന്റെ കഥ പറയുന്നവരാണ്. ആലോചിക്കുക, സ്വയം വീണ്ടെടുക്കപ്പെട്ട് തലമുറകൾക്ക് ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊടുത്ത് അവരെ വീണ്ടെടുപ്പിലേക്ക് നയിച്ചിട്ടുള്ള സ്ത്രീകളുടെ സംഭാവനകൾ ഇതെല്ലാം, അല്ലേ? ഞാൻ വളർന്ന എൻ്റെ അമ്മ വീട്ടിൽ ഒരു കൊച്ചപ്പർ കുട്ടനാടൻ ഗ്രാമമാണ്. അവിടെ നിന്നുള്ള 1-2 പേര് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. വളഞ്ഞോട്ടം എന്ന് പറയും, പരുമലയ്ക്ക് അടുത്തായിട്ട്. എൻ്റെ അമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. അമ്മ കഴിഞ്ഞ നവംബറിൽ മരിച്ചു. അപ്പം എൻ്റെ അമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അമ്മച്ചിയുടെ കിടന്നുറങ്ങും. ഈ അമ്മയ്ക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. വെളുപ്പിന് ഒരു 3:30-4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ലൈറ്റ് ഇട്ട് ഉറക്കം പാട്ട് പാടി പ്രാർത്ഥിക്കും. അച്ഛാ, അത് നല്ല കാര്യമല്ലേ അച്ഛാ? അല്ല, നല്ല കാര്യമാണ്. പക്ഷേ ഈ വെളുപ്പിനാകുമ്പോഴാണല്ലോ നമ്മൾ ഈ സുഖമൊക്കെ ഒന്ന് പിടിച്ച് കിടന്നൊന്ന് ഉറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അമ്മ അങ്ങനെ ഉറക്കം പാട്ട് പാടുമ്പം ആരുടെ ഉറക്കം പോകും, അല്ലേ? പക്ഷേ ഏറെ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ പറയുന്നു, it was the prayer of my grandmother that made me to stand before you right now. We need these testimonies. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മമാർ വേണം, അല്ലേ? നമ്മൾ വീണ്ടെടുക്കപ്പെട്ടുവെങ്കിൽ we have the challenge of witnessing Christ and wherever we go. നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിനെ കൊടുക്കണം. അത് വീട്ടിൽ കൊടുക്കുന്നിടത്താണ് തുടങ്ങുന്നത്, അല്ലേ? വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ കൊടുക്കാൻ പറ്റും? ഇല്ല. അതുകൊണ്ട് ഓർഗനൈസേഷൻ ലെവലിൽ മാത്രമല്ല MMBSന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. നിങ്ങൾ പാട്ട് പാടണം, നിങ്ങൾ ഫുഡ് ഫെസ്റ്റ് നടത്തണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ at first you have to build the altar of Lord in your house. That's the first witness that you have to bear. You have to bring others to the redemption of Christ. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ജീവിത പങ്കാളികളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, എല്ലാവരെയും ആലോചിക്കുക. സക്കറിയ പുരോഹിതന്റെ അടുക്കലേക്ക് വന്ന മാലാഖ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ ഗബ്രിയേലാണ്, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആളാണ്. And my obligation is to preach the good news, to bring the good tidings. ഇത് മറന്നു പോകരുത്. To bring the good tidings, to bring others to the redemption that is made possible only through Christ. ക്രിസ്തുവിലൂടെ മാത്രം സാധ്യമായി തീരുന്ന ആ വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരണം. ഇത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആലോചിക്കുക. ഇന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം, അച്ഛൻ പറഞ്ഞില്ല ഒരു ഫോം തരുമെന്ന്, ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ എന്തൊക്കെ ഭൂതങ്ങളെയാണ് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിക്കളയേണ്ടത്? എന്തൊക്കെയോ ഉണ്ട്, അല്ലേ? ഇടയ്ക്ക് നമ്മുടെ ജീവിത പങ്കാളി പറയത്തില്ലേ, ഓള് തിരിച്ചും പറയും, ഏതിനെയൊക്കെ എടുത്ത് കളി. മക്കൾ പറയത്തില്ലേ, അമ്മ ആകപ്പാടെ, അല്ലേ? So think about what all demons that we have to cast away from our life.
ആൻഡ് വി ഹാവ് ടു, ആദ്യം പറഞ്ഞ പോലെ ആ കുരിശിലോട്ട് നോക്കിയിട്ട് ചോദിക്കണം, കർത്താവ് നീ എന്തിനാ എത്ര വിശാലമായിട്ട് വിരിച്ചത്? ലെവലി സെയിൻസ് ഫോർ യു കം. അവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ചെന്നാൽ മാത്രം പോരാ, റിഡംഷൻ, ആ രക്ഷയുടെ അനുഭവം, വീണ്ടെടുപ്പിൻ്റെ അനുഭവം ജീവിതത്തിൽ മൊത്തം അങ്ങോട്ട് നിറയ്ക്കണം. കം ഔട്ട് സൈഡ്. ആലോചിക്ക്, മേരി മാഗ്ദലിനെ നമ്മൾ കാണുന്നത്, അടുത്തത് കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ്. ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എന്നാലോചിക്ക്, പ്രിയപ്പെട്ട ഒരുത്തൻ വേദനകൾ സഹിച്ചു മരിക്കുന്നൊരിടത്ത്, ഷീ സ്റ്റാൻഡ്സ് ദെയർ ആസ് എ വിറ്റ്നസ്. അതിനുശേഷം നമ്മൾ കാണുന്നത് വീണ്ടെടുപ്പിൽ. ഇന്നലെ തിരുമേനി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്ന് ആലോചിച്ച് ചോദിക്കുക. തോട്ടക്കാരനോട് ചോദിക്കുക, നീ എവിടെ അവനെ വെച്ച്? ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നാ പറയുന്നത്. A romantic experience in its pinnacle. ഈ റൊമാൻറ്റിസം എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനെ തുച്ഛീകരിക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്രിസ്തുവുമായിട്ട് എപ്പോഴും ഉണ്ടാകേണ്ടുന്നത് ഈ ഒരു സ്പിരിച്വൽ റൊമാൻറ്റിസിസമാണ്. അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ളൊരു ആത്മബന്ധം സാധ്യമാക്കി തീർക്കുന്ന ഒരു വ്യക്തി തീരുന്നില്ല. ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു എന്ന് ഷി ബിക്കംസ് the witness and the first preacher of redemption and resurrection. വീണ്ടെടുപ്പുണ്ട് എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരോട്, നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തോട് പറയുന്ന ഒരു സ്ത്രീ. സ്ത്രീകളുടെ ചുമതലകളാണ് to bring the good tidings, to bring the hope, to bring the life. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരണം. സമയം 5 മിനിറ്റോടെ ഉള്ളൂ. ദൈവരുടെ അനുവാദത്തോടു കൂടെ ഒരു കാര്യം കൂടെ പറയും. ഈ കൂടിവരവിന് എല്ലാ ആശംസകളും നേരുന്നു. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബിനോച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദികരെയും പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നു. ഇന്ന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഞങ്ങൾ അപ്പുറത്തെ നാട്ടുകാരാണ്, കടൽ കടന്ന അക്കരെയുള്ളവർ, ചാനൽ കടന്ന അക്കരെയുള്ളവർ. അവിടെ ദൈവത്തിൻ്റെ കൃപയിൽ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. ഇടവകളും ശുശ്രൂഷകളും സമാജവും എല്ലാം it is in its infant stage. So please keep us in your prayers. പ്രാർത്ഥിക്കുക, പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുക. ഈ ക്രിസ്തുവിലൂടെയുള്ള ഈ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ. It's a journey that will only be fulfilled in its eschatological end. അപ്പം അത് ഒരുക്കത്തോടു കൂടെ മുൻപോട്ട് പോകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷണിച്ചതിലുള്ള പ്രത്യേക സന്തോഷം